പി.വി. അൻവർ എം.എൽ.എക്ക് ഒരു കാര്യം വ്യക്തമായിട്ടുണ്ടാകും. മുഖ്യമന്ത്രിയുടെ വകുപ്പിനെതിരായിട്ടും മുഖ്യമന്ത്രിയുടെ വകുപ്പിന്റെ കീഴിലെ മുഖ്യമന്ത്രിയുടെ ദാസന്മാരായി നിൽക്കുന്നവർക്കെതിരായിട്ടും ഒരാരോപണവും പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളത്. എന്തൊക്കെയായിരുന്നു അൻവറിന്റെ പ്രത്യേകത? ഞാൻ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ ഇത് പെടാത്തതിന്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ. മുഖ്യമന്ത്രിക്കിടയിൽ ഒരു മതിലുണ്ടായത് കൊണ്ടാണ് ഇതൊന്നും മുഖ്യമന്ത്രി അറിയാത്തത്. ഞങ്ങൾ അന്നേ പറഞ്ഞു, സമൂഹം അന്നേ ഇത് അൻവറിനോട് പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രി അറിയാത്ത ഒരു സംഭവവും കേരളത്തിൽ നടക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ അടുത്ത് റിപ്പോർട്ടുകൾ വരാത്ത ഒരു കാര്യവും ഇവിടെ നടക്കുന്നില്ല. എല്ലാം അദ്ദേഹം അറിഞ്ഞുകൊണ്ടാണ് നടക്കുന്നത്. അന്ന് അൻവർ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ ഇത് പെട്ടിട്ടില്ല, മുഖ്യമന്ത്രിയെ ഉത്തരവാദിത്തപ്പെട്ടവരും ഏൽപ്പിക്കപ്പെട്ടവരും ചതിക്കുകയായിരുന്നു. ഇപ്പൊ എന്തുണ്ടായി പി.വി. അൻവർ? ഇന്ന് മുഖ്യമന്ത്രി എല്ലാം പറഞ്ഞിരിക്കുന്നു. പി ശശിയാണ് എല്ലാം ശരി, അൻവർ പറഞ്ഞതൊക്കെ തെറ്റാണ്. അൻവർ കോൺഗ്രസ് പശ്ചാത്തലമുള്ള ആളാണ്, ഇടതുപക്ഷത്തിന്റെ പശ്ചാത്തലമുള്ള ആളല്ല. നിങ്ങൾ രാഹുൽ ഗാന്ധിയുടെ DNA ടെസ്റ്റ് പരിശോധിക്കാൻ വേണ്ടി വന്ന ആളാണ് അൻവർ. നിങ്ങൾ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മതേതര നിലപാടിന്റെ രാജകുമാരനെ DNA ടെസ്റ്റ് നടത്തണമെന്ന് പറഞ്ഞ് പൊതുസമൂഹത്തിൽ അവഹേളിക്കപ്പെടാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ള ആളാണ് നിങ്ങൾ. ആ നിങ്ങളെയാണ് ഇന്ന് മുഖ്യമന്ത്രി നേരിട്ട് അവഹേളിച്ചത്. നിങ്ങൾ ഇടതുപക്ഷക്കാരനാണ്, സഖാവാണ്, ഞാൻ ഈ പാർട്ടി നിലനിർത്താൻ വേണ്ടിയാണ്, കമ്മ്യൂണിസ്റ്റ് സഖാക്കന്മാർക്ക് ആവേശമുണ്ടാക്കാൻ വേണ്ടിയാണ്, ഈ പാർട്ടി ഇവിടെ നിലനിൽക്കണ്ടയോ എന്നൊക്കെ ചോദിച്ച അൻവറെ, നിങ്ങൾ കോൺഗ്രസ് പശ്ചാത്തലക്കാരനാണ് എന്ന് നിങ്ങളുടെ മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞിരിക്കുന്നു. ഇത് നിങ്ങൾക്ക് കാലം തന്ന ചില മറുപടികളാണ്. അതുകൊണ്ട് ഒരു കാര്യം നിങ്ങൾ ഉറപ്പിക്കുക, ഈ മുഖ്യമന്ത്രിക്കെതിരെ, അദ്ദേഹത്തിന്റെ വകുപ്പിനെതിരെ, അദ്ദേഹത്തെ ബാധിക്കുന്ന ഒരു കാര്യത്തിനെതിരെ ആര് ആരോപണം ഉന്നയിച്ചാലും അതിന് അദ്ദേഹത്തിന് ഒരുപാട് മറുപടികളുണ്ട്. ഒന്ന് ഇടതുപക്ഷ വിരുദ്ധർ, അതല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധർ, സർക്കാരിനെ തകർക്കാൻ ശ്രമിക്കുന്നവർ, മറ്റ് ഗൂഢലക്ഷ്യമുള്ള ആളുകൾ. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഏത് കാലത്തും പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ എതിരെ വന്നിട്ടുള്ള എല്ലാ ആരോപണങ്ങളെയും നേരിട്ടിട്ടുള്ളത്. ഇന്ന് മുന്നണിക്കകത്തുള്ള MLA ആയിട്ടുള്ള പി.വി. അൻവറിനെയും അദ്ദേഹം വെട്ടിയിരിക്കുന്നു. ഒരു കാര്യം കൂടി നമ്മൾ അറിയാം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നാണ് ആ മുന്നണിയുടെ പേര്. അതിൽ CPI ഉണ്ട്, ജനതാദളുണ്ട്, കേരള കോൺഗ്രസ് M ഉണ്ട്, ജോസ് കെ മാണി, അദ്ദേഹം മിണ്ടാട്ടമേ ഇല്ല. ഇങ്ങനെയൊക്കെ ഉള്ള ഒരു മുന്നണിക്കകത്ത് ആ മുന്നണി യോഗത്തിൽ വരെ CPI അടക്കമുള്ള ആളുകളൊക്കെ പറഞ്ഞിട്ടും, മുന്നണി യോഗത്തിനകത്ത് ശക്തമായി ശബ്ദിച്ചിട്ടും ഒരു മാറ്റം വരുത്താൻ ആ മുന്നണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയായ CPM-നും ആരോപണങ്ങൾ നേരിടുന്ന മുഖ്യമന്ത്രിക്കും സാധിക്കുന്നില്ലെങ്കിൽ അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയല്ല, അത് വൺ മാൻ ഷോ മുന്നണിയാണെന്ന് കേരളീയ സമൂഹം തിരിച്ചറിഞ്ഞിരിക്കുന്നു.